റേഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കെമിസ്ട്രിയിൽ 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നോൺ മെറ്റൽസ്. അപ്പോൾ എന്താണ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. മെറ്റല്, നോൺ മെറ്റൽ, മെറ്റലോയിഡ് എന്നൊക്കെ പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എലമെൻറ്റുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലാരാണ് നോൺ മെറ്റൽ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ വലതുവശത്ത് അല്ലേ ഈ പറയുന്ന പിക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന ആൾക്കാർ ആരൊക്കെയാണ്? കാർബൺ തൊട്ട് കാർബൺ, നൈട്രോജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഹീലിയം തൊട്ട് ഈ പറയുന്ന ഇടതുവശത്ത് കാണുന്ന പാവം ഹൈഡ്രോജൻ. ഇത്രയും പേര് ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ മെറ്റൽ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ വലതുവശത്ത് കാണുന്ന ഈ പറയുന്ന ആൾക്കാർ പ്ലസ് ഇവിടെ ഇടതുവശത്തുള്ള ഹൈഡ്രോജൻ, ഇവരെല്ലാവരും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ മെറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇവർ നോൺ മെറ്റൽ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ ഉത്തരം എന്താണ്? ഇവർക്ക് എന്തില്ല? മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാത്ത ആൾക്കാരാണ് നോൺ മെറ്റൽസ്. അതായത് നമുക്കറിയാം മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി എന്താണ്? അത് ഹാർഡായിട്ടുള്ള വസ്തുക്കളാണ്. പക്ഷേ നോൺ മെറ്റൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവർ ഹാർഡായിരിക്കില്ല. ഈ പറയുന്ന മെറ്റൽ എന്ന് പറയുന്നത് സോണോറസ് ആയിരിക്കും അല്ലേ, എന്നാൽ ഇവരെന്തായിരിക്കും? നോട്ട് സോണോറസ് ആയിരിക്കും. മെറ്റൽ എന്ന് പറയുന്ന വസ്തുക്കൾ ഹീറ്റിനെയും അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റിയെയും കണ്ടക്ട് ചെയ്യും. പക്ഷേ നോൺ മെറ്റലുകൾ നോർമലി എന്ത് ചെയ്യാറില്ല? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നോൺ മെറ്റൽ. ആ നോൺ മെറ്റലുകൾക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് യൂസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് നോൺ മെറ്റൽസ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഹൈഡ്രോജൻ, കാർബൺ, നൈട്രോജൻ, ഓക്സിജൻ, ക്ലോറിൻ എന്നിങ്ങനെയുള്ള ആൾക്കാർ, ഇവരുടെ പ്രിപ്പറേഷൻ, ഇവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതോടൊപ്പം തന്നെ ഇവരുടെ ഉപയോഗം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. സോ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോജനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രോജൻ നമ്മുടെ പീരിയോഡിക് ടേബിൾ ആദ്യം വരുന്ന ആൾ നമ്മുടെ എന്താണ് 1 എന്ന നമ്പർ അല്ലേ എലമെൻറ്റിൽ ഒന്നാമത് നമ്മൾ പഠിക്കുന്ന ആളാണ് ആര്? ഹൈഡ്രോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോജൻ ഒന്നാമത് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന എലമെൻ്റ് ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? ഹൈഡ്രോജനാണ്. കാരണം നമ്മുടെ സൂര്യൻ അതുപോലെ തന്നെ മറ്റ് നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആരാണ്? അത് ഹൈഡ്രോജനാണ്. അപ്പോൾ ഹൈഡ്രോജൻ എല്ലാ കാര്യത്തിലും ഒന്നാമനെന്ന് ഓർത്ത് വയ്ക്കുക അല്ലേ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെൻ്റാണ് ആര്? ഹൈഡ്രോജൻ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളിലാണ് ഹൈഡ്രോജൻ ഉള്ളത്. മാത്രമല്ല നക്ഷത്രങ്ങളല്ല, നമ്മുടെ അറ്റ്മോസ്ഫിയറിലും ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്തുണ്ട്? ഹൈഡ്രോജൻ കാണാറുണ്ട്. ഹൈഡ്രോജൻ കമ്പൈൻഡ് ഫോമിൽ ഒരുപാട് കാണാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഹൈഡ്രോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ആരാണ്? H2O ആണ് അല്ലേ. നമ്മുടെ ഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുക്കാൽ എന്താണ്? വെള്ളമാണ് അല്ലേ. അപ്പോൾ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, സംതിങ് ദാറ്റ് പ്രൊഡ്യൂസസ് എന്ന അർത്ഥത്തിൽ ഓക്സിജനോടൊപ്പം ഹൈഡ്രോജൻ ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പം വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ എന്ന പേരിലാണ് എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോജനസ് എന്ന വാക്കിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഹൈഡ്രോജൻ ആ പേര് തന്നെ കിട്ടുന്നത്. അതായത് ഹൈഡ്രോ എന്ന് വെച്ചാൽ വെള്ളം, ജനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ വെള്ളത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾ എന്ന പേരിലാണ് നമ്മൾ ഹൈഡ്രോജൻ എന്ത് പേര് കൊടുത്തത്? ഹൈഡ്രോജൻ എന്ന പേര് കൊടുത്തത്. അപ്പോൾ ആരാ ഹൈഡ്രോജനെ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. 1766 ദേ ഇരിക്കുന്ന ഇയാളാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോജനെ കണ്ടെത്തുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ ഹൈഡ്രോജൻ എന്ന് പറയുന്ന ആളെ കുറച്ച് സൂക്ഷിക്കണം. ഇറ്റ് ഈസ് ഇൻഫ്ലേമബിൾ ഇൻ എയർ എന്ന് വെച്ചാൽ ഇവനാൾ ചില്ലറക്കാരനല്ല. എയറിൽ എന്ത് ചെയ്യും? നല്ല രീതിയിൽ കത്തുന്ന ഒരാളാണ് ആര്? ഹൈഡ്രോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോജൻ നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. നമ്മുടെ ഭൂമിയുടെ സർഫസിൽ ഫ്രീ ഫോമിൽ കുറച്ചേ ഉള്ളെങ്കിലും വെള്ളത്തിൻ്റെ ഫോമിലാക്കി എന്തുണ്ട്? ഹൈഡ്രോജൻ നല്ല രീതിയിൽ കാണുന്ന ഒന്നാണ്. അപ്പോൾ ഹൈഡ്രോജൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് പറഞ്ഞുതരാം. ഒന്ന്, ഹൈഡ്രോജൻ്റെ അറ്റോമിക് നമ്പർ ഏതൊരുത്തരും അറിയാം, 1 ആണ്. ഹൈഡ്രോജൻ്റെ മാസ് നമ്പർ അത് 1.007, 1.01 എന്ന് പഠിച്ചു വെച്ചാലും മതി. എത്ര ഇലക്ട്രോൺ ഉണ്ട്? അതിനിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ. നമുക്ക് ആകെ എളുപ്പമുള്ളൊരു സംഭവം അതാണ്. കാരണം നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ, അതിന് ചുറ്റുമുള്ള ഈ പറയുന്ന ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ, പിന്നെ ആരാ ഉള്ളത്? ഈ ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ, പിന്നെ ആരാണ്? ഇവിടെ നമുക്കറിയാം ന്യൂട്രോൺ എന്നൊരു സാധനമുണ്ട്. പക്ഷേ ഹൈഡ്രോജനകത്ത് നോർമൽ കണ്ടീഷനിൽ ആരില്ല? ന്യൂട്രോൺ ഇല്ല. അതായത് ഇലക്ട്രോണിൻ്റെ എണ്ണം 1, പ്രോട്ടോണിൻ്റെ എണ്ണം 1, ന്യൂട്രോണിൻ്റെ എണ്ണം 0. നോ ന്യൂട്രോൺ, കാരണം ന്യൂട്രോൺ ഇല്ല. ഇനി ഇവരാരാണ്? ഇവരെന്താ ഇവരുടെ സ്വഭാവം നോക്കി. സോല്യൂബിലിറ്റി ഇൻ വാട്ടർ, വെള്ളത്തിൽ സോല്യൂബിൾ ആണോ? നോ, ദേ ആർ ഇൻസോല്യൂബിൾ, വെള്ളത്തിൽ അലിയത്തില്ല.
അപ്പോൾ നിങ്ങൾ ചോദിക്കും വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈഡ്രജൻ കൊണ്ടല്ലേ, പിന്നെ എന്താ വെള്ളത്തിൽ ഹൈഡ്രജൻ അല്ലാത്തത്? ഇവിടെ നമ്മൾ പറയുന്ന ഹൈഡ്രജൻ എന്ന എലമെൻറ്റിനെ പറ്റിയാണ്. പാവം ചെറിയൊരു എലമെൻ്റാണ്. വെള്ളത്തിനിടയിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പം എവിടെയും കൂടി ചാടി അങ്ങ് എസ്കേപ്പ് ആയിക്കോളും, ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സോല്യുബിൾ അല്ല. അതാണ് നമ്മൾ സ്പെയറിംഗ്ലി സോല്യുബിൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പ്? നമുക്കറിയാം സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പർ ഉള്ളതാണ് എന്ത് ഐസോടോപ്പ് എന്ന് പറയുന്നത്. പ്രോട്ടിയം, ഡ്യൂട്രിയം, ട്രിഷ്യം. ഓക്കെ, പ്രോട്ടിയം, ഡ്യൂട്രിയം, ട്രിഷ്യം, ഇവർ 3 പേരാണ് എന്ത് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നോക്കിയാൽ അറിയാം, ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നും ഉണ്ടോ? ഇല്ല. പിന്നെ എന്ത് പറ്റി? നമ്മൾ നോർമലി പറയുന്ന ഹൈഡ്രജൻ ഉണ്ടല്ലോ, നമ്മൾ നോർമൽ ഹൈഡ്രജൻ, അത് തന്നെയാണ് ദൈവൻ. എന്നാൽ ഈ പറയുന്ന ഡ്യൂട്രിയം ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഒരു ന്യൂക്ലിയസിനകത്തുള്ള ആര് വരും? ഒരു ന്യൂട്രോൺ കയറി വരും. ട്രിഷ്യം ആകുമ്പോഴത്തേക്ക് അവിടെ 2 ന്യൂട്രോൺ വരും. നമുക്കറിയാം ന്യൂട്രോണിൻ്റെ എണ്ണം അല്ല നമ്മൾ ആരാണ്, ആ പ്രോട്ടോണിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെയോ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിൽ മാത്രമാണ് ആര് വരുന്നത്? ന്യൂട്രോൺ വരുന്നത്. അപ്പോൾ സെയിം അറ്റോമിക് നമ്പറും വ്യത്യസ്തമായ മാസ് നമ്പറും വരുന്നവരെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഹൈഡ്രജൻ എത്ര ഐസോടോപ്പ് ഉണ്ട്? 1 നമ്മൾ നോർമൽ ഹൈഡ്രജൻ, പ്രോട്ടിയം, 2 എന്താണ് ഡ്യൂട്രിയം, 3ാമത്തെയാണ് എന്ത് ട്രിഷ്യം. അപ്പോൾ ഡ്യൂട്രിയത്തിനകത്ത് ഒരു ന്യൂട്രോൺ കയറി വരുന്നുണ്ട്, ട്രിഷ്യത്തിനകത്ത് 2 ന്യൂട്രോൺ കയറി വരുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ഹൈഡ്രജൻ്റെ ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹൈഡ്രജൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? അപ്പോൾ ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ടെസ്റ്റ് ട്യൂബ് അങ്ങോട്ട് എടുക്കുക. എന്തെടുക്കുക? ഇതുപോലെ ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഇതിനകത്തേക്ക് നിങ്ങൾ 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. എന്താ ആഡ് ചെയ്യുക? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. അതിനകത്തേക്ക് കുറച്ച് സിങ്ക് ഗ്രാന്യൂൾസ് എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മൗത്തിലായത് ഇതുപോലെ ഒരു തീപ്പെട്ടി കത്തിച്ച് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യും? ആ ഒരു പോപ്പ് സൗണ്ട് കേട്ടുകൊണ്ട് ഈ പറഞ്ഞ തീപ്പെട്ടി എന്ത് ചെയ്യും? ആളിക്കത്തും. തീപ്പെട്ടി എന്ത് ചെയ്യും? ആളി കത്തും. കാരണം എന്താണ്? കാരണം ഇവിടെ വരുന്ന ഗ്യാസ് ആരായിരിക്കും? അത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജൻ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളൊരു ഗ്യാസാണ്. അപ്പോൾ എന്ത് ചെയ്യും? കത്താൻ സഹായിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് പഠിച്ചു വയ്ക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് 5 ml ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് സിങ്ക് ഗ്രാനുവൽസ് ഇട്ടാൽ എന്ത് കിട്ടുമെടാ? എന്ത് കിട്ടും? നമുക്ക് ഹൈഡ്രോജൻ ഗ്യാസ് കിട്ടും. എന്ത് കിട്ടും? ഹൈഡ്രോജൻ ഗ്യാസ് കിട്ടും. ഓക്കെ, അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ എന്ത് കിട്ടുന്നു? ഹൈഡ്രോജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി നമുക്ക് ആ റിയാക്ഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് പറ്റും? ഈ സിങ്കും ക്ലോറിനും കൂടെ ചെന്ന് അങ്ങോട്ട് ചേരും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? സിങ്ക് ക്ലോറൈഡ് ഫോം ചെയ്യും. പ്ലസ് എന്താണ്? ബാക്കി ഇവിടെ ആരാ ഉള്ളത്? ബാക്കി ഇവിടെ ഉള്ളത് ആരാണ്? ഹൈഡ്രോജൻ ആണ്. ഹൈഡ്രോജൻ ആണ്. സോ എന്തുകൂടെ ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രോജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. പ്രശ്നം എന്താണ്? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. ഇടതുവശത്തെയും വലതുവശത്തെയും എലമെൻറ്റുകളുടെ എണ്ണം ശരിയല്ല. ആർക്കാ ശരിയല്ലാത്ത? സിങ്ക് ഇവിടെയും 1 ഇവിടെയും 1 കുഴപ്പമില്ല. പക്ഷേ ക്ലോറിൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. ഹൈഡ്രോജൻ ഇവിടെ 1 ഉള്ളൂ, ഹൈഡ്രോജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാൻ നമുക്ക് ആർക്കൊക്കെ ഇവിടെ കുറവുള്ളത്? ഇടതുവശത്ത് 1 ഹൈഡ്രോജനേ ഉള്ളൂ, ഒരു ക്ലോറിനേ ഉള്ളൂ. വലതുവശത്ത് 2 ഹൈഡ്രോജനും ഉണ്ട്, 2 ക്ലോറിനും ഉണ്ട്. ഇപ്പോൾ എന്ത് ചെയ്താൽ മതി? സിങ്കിന് മാറ്റമൊന്നുമില്ല. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ മുമ്പിൽ 2 ഇട്ട് കൊടുത്താൽ നമുക്ക് 2 ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്ന് വെച്ചാൽ 2 ഹൈഡ്രോജൻ 2 ക്ലോറിൻ. സോ സിങ്ക് Cl2 പ്ലസ് എന്താണ്? H2. റിയാക്ഷൻ എന്തായി? ബാലൻസ് ആയി മാറി അല്ലേ? എങ്ങനെ ബാലൻസ് ആയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സിങ്ക് ഇവിടെ എത്ര എണ്ണം? 1 എണ്ണം. സിങ്ക് ഇവിടെ എത്ര എണ്ണം? 1 എണ്ണം. ഹൈഡ്രോജൻ ഇവിടെ എത്ര എണ്ണം? 2 എണ്ണം. ഹൈഡ്രോജൻ ഇവിടെ എത്ര എണ്ണം? 2 എണ്ണം. ക്ലോറിൻ ഇവിടെ എത്ര എണ്ണം? 2 എണ്ണം. ക്ലോറിൻ ഇവിടെ എത്ര എണ്ണം? 2 എണ്ണം. സോ ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ചോദിക്കും, ഉറപ്പാണ് പരീക്ഷയ്ക്ക്. റിയാക്ഷൻ ഉറപ്പായിട്ടും ചോദിക്കും. കാണാതെ പഠിച്ചു വെച്ചോ. കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഇനി പ്രോപ്പർട്ടീസ്. ഇനി അങ്ങോട്ട് സിമ്പിളാണ്. എന്താണ്? കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. കാരണം ടെസ്റ്റ് ട്യൂബിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു നിറവും ഇതുവഴി പോകുന്നതായിട്ട് കാണാൻ പറ്റിയില്ല, പ്രത്യേകിച്ച് ഒരു സ്മെല്ലും കിട്ടിയില്ല. അപ്പോൾ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇൻസോല്യുബിൾ ഇൻ വാട്ടർ ആണ്. ഡെൻസിറ്റി എയറിനേക്കാളും കുറവാണ്. അതുകൊണ്ട് നമ്മൾ ബലൂണിനകത്ത് ഹൈഡ്രജൻ നിറച്ചാൽ ഹൈഡ്രജൻ ബലൂൺ എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയർന്നു പോകും. കാരണം അറ്റ്മോസ്ഫിയറിലുള്ളത് എയർ ആണ്. എയറിനേക്കാളും ഡെൻസിറ്റി ബലൂണിന് കുറവാണ്, അല്ലെങ്കിൽ ഹൈഡ്രജനിന് കുറവാണ്.
നിങ്ങൾ ഹീലിയം ബലൂൺ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജനെ എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന ഡെൻസിറ്റി കാരണം എയർ മുകളിലോട്ട് കൊണ്ടുപോകും. അതാണ് ബലൂൺ കൈവിട്ടാൽ എന്ത് ചെയ്യുന്നത്? പറന്നുയർന്നു പോകുന്നത്. അപ്പോൾ ഇത് നോക്കി എക്സിസ്റ്റ് ചെയ്യുന്ന ഡയറ്റോമിക് ആയിട്ടായിരിക്കും. അതായത് നമുക്ക് നോർമൽ സ്റ്റേറ്റിൽ H2 എന്ന ഫോമിലാണ് കാണുന്നത്. അതായത് ഒറ്റയടിക്ക് കാണത്തില്ല, H2 ആയിട്ടേ ഇവരെന്ത് ചെയ്യാറുള്ളൂ? നോർമലി എക്സിസ്റ്റ് ചെയ്യാറ് ഉള്ളൂ. ഓക്കെ, അതെന്ത് ചെയ്യും? ഗ്യാസ് വിൽ ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട്. അത് നമ്മൾ പറഞ്ഞു, നമ്മൾ തീപ്പെട്ടി തിരി കത്തിച്ച് വെച്ചപ്പോഴത്തേക്കും ഒരു പോപ്പ് സൗണ്ടോടുകൂടി എന്ത് ചെയ്തു? അത് കത്തി. സോ ഇൻഫ്ലേമബിൾ ആണ്, അതൊരു ഡയറ്റോമിക് മോളിക്യൂളാണ്, അത് പോപ്പ് സൗണ്ടോടെ എന്ത് ചെയ്യും? കത്തും. ഇനി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻ അതൊന്നുമില്ല. നമുക്കറിയാം വെള്ളം ഫോം ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രോജനും ഓക്സിജനും ചേരുമ്പോഴാണ്. അപ്പോൾ ഹൈഡ്രോജൻ ബേൺ ചെയ്യുന്നു, ഓക്സിജനോടൊപ്പം എന്ത് കിട്ടുന്നു? വെള്ളം കിട്ടുന്നു. അപ്പോൾ എന്താണ് ഹൈഡ്രോജൻ, ഓക്സിജൻ, വാട്ടർ പ്ലസ് ഹീറ്റ്. എലമെൻറ്റുകളുടെ എണ്ണം നോക്കാം. ഹൈഡ്രോജൻ 2 × 2 4, ഇവിടെയും 2 × 2 4. ഓക്സിജൻ ഇവിടെ 2, ഇവിടുത്തെ 2 ഈ ഓക്സിജനും കൂടി ചേരുമ്പോൾ എന്താണ്? 2. സോ ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ് സംഭവം? ഹൈഡ്രോജൻ കത്തുന്നു. ആരുടെ പ്രസൻസിൽ? ഓക്സിജന്റെ പ്രസൻസിൽ. എന്ത് കിട്ടുന്നു? വെള്ളം കിട്ടുന്നു. പ്ലസ് എന്ത് കിട്ടുന്നു? ഹീറ്റ് കിട്ടുന്നു. രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷനാണ് എന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്കറിയാം നമ്മൾ HCl സിങ്ക് ഗ്രാനുവലിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്? ഹൈഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ HCl ഉറപ്പായിട്ട് എന്തുണ്ട്? ഹൈഡ്രോജൻ ഉണ്ട്. സിമ്പിളാണ്. H2 + Cl2 പഠിക്കാൻ ഏറ്റവും സിമ്പിൾ റിയാക്ഷൻ. H2 + Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ത് കിട്ടും? 2HCl കിട്ടും. ഹൈഡ്രോജൻ 2, ക്ലോറിൻ 2, ഇവിടെയും ഹൈഡ്രോജൻ 2, ക്ലോറിൻ 2. സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നോക്കിയാൽ ഇവിടെ എന്താ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്താണ്? ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണല്ലേ, ലൈറ്റിൻ്റെ പ്രസൻസ് നടക്കുന്ന റിയാക്ഷനാണ്. ഈ പറഞ്ഞ 2 റിയാക്ഷനും നമ്മൾ മുന്നേ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഏതാണ്? കോമ്പിനേഷൻ റിയാക്ഷനുകളാണ്. കാരണം ഹൈഡ്രോജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടായി, ഹൈഡ്രോജനും ക്ലോറിനും കമ്പൈൻ ചെയ്ത് HCl ഉണ്ടായി. ഓക്കെ ആണല്ലോ. റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെപ്പറേറ്റ് എന്ത് ചെയ്യണം? ഒരു പേപ്പറിൽ റിയാക്ഷൻ മാത്രം എഴുതിയെടുത്ത് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഇല്ലാതെ കെമിസ്ട്രി ഇല്ല. യൂസ് ഓഫ് ഹൈഡ്രോജൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? 1 അമോണിയ, മെത്തനോൾ. അമോണിയ എന്ന് വെച്ചാൽ എന്താണ്? NH3. അതുപോലെ മെത്തനോൾ എന്താണ്? CH3OH. ഇതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ അമോണിയയുടെയും മെത്തനോളിൻ്റെയും ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നു, അതായത് നമ്മൾ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ താഴെ പറയാം. ഇനി നമ്മുടെ വനസ്പതി എന്ന് പറയുന്ന സാധനം ഒക്കെ ഓയിലിൽ നിന്ന് വനസ്പതി ഉണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ്? ഹൈഡ്രോജൻ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അതായത് ഈ പറയുന്ന മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന ഹൈഡ്രോജൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും. ഇതെവിടെയുള്ള ഓക്സിജനാണ്? മെറ്റലിലുള്ള ഓക്സിജൻ. അപ്പോൾ മെറ്റലുള്ള ഓക്സിജനെ ഇവരെന്ത് ചെയ്യും? ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവനെ കണ്ടുടനെ എന്ത് ചെയ്യും? മെറ്റലിനെ ഉപേക്ഷിച്ച് ആര് കൂടെ പോകും? ഹൈഡ്രോജൻ്റെ കൂടെ പോകും. സോ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എന്താണ്? ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് റിഡക്ഷൻ. റിഡോക്സ് പഠിച്ചിട്ടുണ്ട്. ഇനി ഫ്യൂവലിനെ പറ്റി പറയാം. അപ്പോൾ ഇവിടെ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയേ, ഒരു കിലോഗ്രാം ഫ്യൂവൽ കത്തുമ്പോൾ എത്ര എനർജി ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഹൈഡ്രോജൻ കത്തിക്കുമ്പോൾ 143 kJ/g. 1 ഗ്രാം കത്തിച്ചാൽ 143 kJ ഉൽപ്പാദിപ്പിക്കും. മീഥേൻ ആണെങ്കിൽ 56, പെട്രോൾ ആണെങ്കിൽ 48, കോൾ ആണെങ്കിൽ 33, എത്തനോൾ 30, മെത്തനോൾ 23, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ 16, കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ 10. സോ വിച്ച് മീൻസ് ഏറ്റവും കുറവ് ഫ്യൂവലിൽ ഏറ്റവും കൂടുതൽ എനർജി തരുന്ന ആൾ, അതിനാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് വിളിക്കുന്നത്. 1 കിലോഗ്രാം ഫ്യൂവൽ കത്തിക്കുമ്പോൾ എത്ര എനർജി കിട്ടുന്നു? ആ കലോറിഫിക് വാല്യൂ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആർക്കാണ് ഏറ്റവും കൂടുതൽ? അത് നമ്മുടെ ഹൈഡ്രോജനാണ്. അതായത് ഒരു ഫ്യൂവലിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഫ്യൂവൽ കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് മാക്സിമം ഹീറ്റ് കിട്ടണം. അങ്ങനെ ഒരു യൂണിറ്റ് മാസ് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ 1 കിലോഗ്രാം എന്നങ്ങ് എടുക്കാം. 1 കിലോഗ്രാം കത്തിക്കുമ്പോൾ എത്രത്തോളം ഹീറ്റ് കിട്ടും? അതിനാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ആ വാല്യൂ ആണ് ഇവിടെ ഗ്രാഫായിട്ട് കൊടുത്തേക്കുന്നത്. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും 143 എന്ന സ്കോറുമായി ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? അത് നമ്മുടെ സ്വന്തം ഹൈഡ്രോജനാണ്. സോ ഹൈഡ്രോജൻ നല്ലൊരു ഫ്യൂവലാണ്. അപ്പോൾ എന്താ ഹൈഡ്രോജൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്? 1, ഹൈഡ്രോജൻ ഹാസ് ഹയർ കലോറിഫിക് വാല്യൂ. അല്ല, ഏത് ഫോസിൽ ഫ്യൂവലിനെടുത്താലും ആരടിക്കും? ഹൈഡ്രോജൻ അതിനെ തോപ്പിക്കും. പിന്നെ എന്താ ഗുണം? നമുക്കറിയാം ഹൈഡ്രോജൻ ഓക്സിജനുമായിട്ട് കമ്പഷൻ എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കടാ. നമ്മളറിയാം ഒരു IC എഞ്ചിനകത്ത് നമ്മൾ ഈ പറയുന്ന പെട്രോള് ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തുമ്പോഴാണ് ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ ഈ പറയുന്ന ഹൈഡ്രോജൻ ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തിയാൽ നമുക്കറിയാം അവിടെ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്താണ്? വെള്ളവും ഹീറ്റുമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഹൈഡ്രോജൻ ഫ്യൂവലാണ് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കണമെങ്കിൽ പുകക്കൊള്ളിൽ കൂടി എന്ത് വരും? വെള്ളം വരും.
പ്രകൃതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഹീറ്റ് കിട്ടുന്നുണ്ടോ? നന്നായി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഹൈഡ്രജൻ യൂസ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും? ദ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ ഈസ് വെരി ലോ സിൻസ് വാട്ടർ ഈസ് ദ ഓൺലി പ്രോഡക്റ്റ് ഫോംഡ്. തൊട്ട് മുമ്പ് റിയാക്ഷൻ അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. കണ്ടോ, ഇവിടെ നമ്മൾ ഹൈഡ്രജനെ കത്തിക്കുന്നു ഓക്സിജനുമായിട്ട്. വണ്ടികളിലും IC എഞ്ചിനിലും ഒക്കെ നടക്കുന്ന ഇത് തന്നെയാണ്. അവിടെ ഹൈഡ്രജന് പകരം പെട്രോൾ കത്തുന്നു ഓക്സിജനുമായി, ഡീസൽ കത്തുന്നു ഓക്സിജനുമായി. ഇവിടെ ഹൈഡ്രജൻ കത്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വെള്ളവും കിട്ടും, നല്ല എമൗണ്ട് ഓഫ് എന്ത് കിട്ടും? ഹീറ്റും കിട്ടും. അപ്പോൾ പ്രകൃതിക്ക് ഒരു ദോഷവും ഇല്ലാത്ത ഫ്യൂലാണ് എന്ത്? ഹൈഡ്രജൻ. പക്ഷേ നമ്മൾ ഒരിടത്തും ഇത് കാണാറില്ല അല്ലേ? നമ്മളെ വണ്ടികളൊക്കെ ഓടുന്നത് ഇപ്പോഴും പെട്രോളും ഡീസലും ഒക്കെയാണ്. എന്തുകൊണ്ടാണ്? പ്രശ്നം ഇതാണ്. ഇവൻ ആരാണ്? ഇവൻ ഇൻഫ്ലെയിമബിൾ ആണ്. ഇവൻ പെട്ടെന്ന് അങ്ങ് കത്തിപ്പിടിച്ച് കളയും. അപ്പോൾ ടാങ്കിലൊക്കെ നിറച്ചുകൊണ്ട് പോയി എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ ഇവൻ എന്ത് ചെയ്യും? അങ്ങോട്ട് എക്സ്പ്ലോഷൻ സംഭവിക്കും. ഹൈഡ്രജൻ ഗ്യാസ് ദാറ്റ് ബേൺസ് വിത്ത് ആൻ എക്സ്പ്ലോഷൻ. അപ്പോൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പെട്രോളൊന്നും കത്തും പോലെ അല്ല, ഇതൊരൊറ്റ കത്തലാണ്. അപ്പോൾ ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്താൽ നമുക്ക് ഭാവിയിൽ യൂണിവേഴ്സൽ ഫ്യൂലായിട്ട് ആരെ ഉപയോഗിക്കാൻ പറ്റും? ഹൈഡ്രജൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്ക്, ഹൈഡ്രജൻ. ഞാൻ ഇന്ന് ഹൈഡ്രജനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാ പോയിന്റും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. യൂസ് വരെ പറഞ്ഞു പോയിട്ടുണ്ട്. ഹൈഡ്രജൻ ഫ്യൂലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് കാർബണാണ്. കാർബണെ പറ്റി കുറച്ചധികം കാര്യം പറയണം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ബോറാവും. അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യാം? നമുക്ക് കാർബണെ പറ്റി പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് നോൺ മെറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ ഒന്നാമനായ ഹൈഡ്രജനെ പറ്റിയാണ്. എല്ലാ പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട് ടെലഗ്രാം ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.